ഇന്ന് നമുക്കൊരു ഇന്ത്യൻ ട്രഡീഷണൽ ക്രിസ്മസ് സ്വീറ്റ് പരിചയപ്പെട്ടാലോ? ഗോവൻ സ്വദേശിയായ ഇദ്ദേഹത്തിന്റെ പേര് കൽക്കൽ എന്നാണ്. ഈ ഗോൾഡൻ കേൾസ് കാണാൻ സിമ്പിളാണെങ്കിലും നൂറ്റാണ്ടുകൾ ചരിത്രമുണ്ട്. പോർച്ചുഗീസുകാർ ഗോവയിലെത്തിയപ്പോൾ അവരുടെ യൂറോപ്യൻ റിബൺ പേസ്ട്രീനെ ഇന്ത്യൻ ഇൻഗ്രീഡിയൻസുമായി അഡാപ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണ് കൽക്കലിനെ. മൈദയും നെയ്യും തേങ്ങാപ്പാലും പഞ്ചസാരയും കുഴച്ചൊരു മാവ് പരുവത്തിലാക്കിയിട്ട് അതിനെ ഫോർക്കോ പുതിയ ചീപ്പോ എങ്ങാനും വെച്ച് ചുരുട്ടിയെടുക്കുന്നതാണ് കൽക്കലിന് ഈ ഷേപ്പ് വരാൻ കാരണം. പണ്ട് കാലത്ത് ഇന്ത്യയിൽ ഓവനുകൾ അത്ര സുലഭമല്ലായിരുന്നത് കൊണ്ട് റിബൺ പേസ്ട്രികൾക്കും കുക്കികൾക്കും വിപരീതമായി കൽക്കലിനെ എണ്ണയിൽ വറുത്തെടുക്കുകയാണ് ചെയ്യാറ്. പരമ്പരാഗതമായിട്ട് ഗോവയിലുള്ള ക്രിസ്ത്യൻ ഫാമിലീസ് ദിവസങ്ങൾക്ക് മുന്നേ കുടുംബത്തോടെ കൽക്കലിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. കേരളത്തിലൊക്കെ നമ്മൾ വീട്ടിൽ അച്ചപ്പം സ്റ്റോർ ചെയ്ത് വെക്കുന്നത് പോലെ ഭരണികൾ നിറച്ച കൽക്കല്ലുകൾ ഗോവൻ ഫാമിലീസിൽ ക്രിസ്മസ് സമയത്ത് ഉണ്ടാവും. അപ്പോൾ അതാണ് കൽക്കല്ലിന്റെ കഥ. നിങ്ങളുടെ വീട്ടിൽ ക്രിസ്മസിന് ഇതേപോലെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വിഭവങ്ങൾ ഉണ്ടാക്കി സ്റ്റോർ ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻസിൽ പറയണേ. അപ്പോൾ സീ ഓൺ ഡേ 19.